6 പേരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മരണം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെ ഒരു വിസ്തീർണം വന്നിട്ടുള്ള കലക്ടറുടെ പ്രഖ്യാപനം അതിനകത്ത് വരികയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP കലക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് വരുന്നുണ്ട്. രഞ്ജുവരും VS രഞ്ജിത്തും അവിടെയുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ആസ്പത്രിയിലും മിംസിലും സൗകര്യങ്ങൾ ചെയ്ത് T സിദ്ദിഖ് അവിടെയുണ്ട്. ഇപ്പോൾ റവന്യൂ മന്ത്രി കൂടി അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു. നേരത്തെ നമ്മളോട് സംസാരിക്കുകയും ചെയ്തല്ലോ മാധു. ഒരു ബസ് സ്റ്റോപ്പും പാലവും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു, അതിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നു. ഇപ്പോൾ ഹെലിക്യാം ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ആ ടാർപോളിൻ വിരിച്ച ഭാഗത്തിനടുത്ത് ആ ഭാഗത്താണ് മല. നമുക്ക് ആ വഴി കാണാം. ആ വഴിയിൽ വാഹനങ്ങൾ നിലവിൽ കുടുങ്ങിക്കിടക്കുകയാണ്, മുന്നോട്ട് പോകാൻ കഴിയാതെ. ആ വഴി ചെന്ന് നിൽക്കുന്നത് ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നതിനിടയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ഒരു ആശങ്കയുണ്ടാകുന്നത്. അവിടെ വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ്. അവിടേക്ക് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ഈ വഴിയിൽ നിന്ന് JCB ഉപയോഗിച്ച് മണ്ണ് അവിടെ നിന്ന് മാറ്റി അവിടേക്ക് പോയി പരിശോധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ് നിലവിൽ അവിടെ രക്ഷാപ്രവർത്തകർ. മന്ത്രിമാർ പുറപ്പെട്ടിരിക്കുന്നു. 3 മണിയോടെ മന്ത്രിമാർക്ക് അവിടെ എത്താൻ കഴിയുകയുള്ളൂ. 3 മണിക്ക് അവിടെ എത്തുമെന്നുള്ളതാണ്. കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം ഉയരാതിരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാനാവുക. പക്ഷേ 5-8 തൊഴിലാളികളെ ഉള്ളൂ എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമായിട്ട് വരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ വ്യാപ്തി മനസ്സിലാകും. ഈ മലകളുടെ അടിഭാഗത്ത് നിന്ന് മണ്ണെടുക്കുക, അവിടെ നിന്ന് മാറ്റമുണ്ടാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് മുഴുവനായിട്ടുള്ള ഒരു ബലത്തെയാണ് അത് ദുർബലപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആ മേഖലയിൽ മണ്ണിടിച്ചിലേ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അധികൃതരുടെ ഉറപ്പ്. ഈ ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും തുരങ്കപാത അവിടെ നിർമ്മാണത്തിന് ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിലും അവിടെ ഒരു ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ ഇടമാണ്. അപ്പോൾ അതിന്റെ ആശങ്കകൾ പല പരിസ്ഥിതി പ്രവർത്തകരും ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ വയനാട്ടുകാരെ സംബന്ധിച്ച ഒരു തുരങ്കപാത ഒരു അത്യാവശ്യമാണ്. അവിടുത്തെ യാത്രാ അസൗകര്യത്തിന്റെ ഒരു പശ്ചാത്തലം ഇതൊക്കെ കൂടി കണക്കാക്കിക്കൊണ്ടാണ് തുരങ്കപാത എന്നൊരു ആലോചനകളിലേക്ക് പോകുന്നത്.